ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ടിരിക്കാൻ നമ്മൾ കാപ്പി കുടിക്കാറുണ്ടല്ലേ. എന്നാൽ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ കാപ്പിയുടെ ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന ചേഞ്ചസ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിന് നല്ല ക്ലിയർ ആക്കാനും അതുപോലെ നല്ല ബ്രൈറ്റ് ആക്കാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ സെൽസ് ഉണ്ടാവാനും ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ കാപ്പിപ്പൊടി. അപ്പോൾ ഡാർക്ക് സെൽസ് മുതൽ പിമ്പിൾസ് വരെ ഇല്ലാണ്ടാക്കാനായിട്ട് ഈ സ്കിൻ ടോണർക്ക് കഴിയും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റിയൽ കോഫി ഗ്രൗണ്ട്സ് വെച്ചിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ബ്രൈറ്റ് ആവാനും നല്ല ഒരു ക്ലിയർ സ്കിൻ ആവാനും ഒക്കെ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് സോപ്പാണ്. അപ്പോൾ സോപ്പിൻ്റെ പ്രിപ്പറേഷൻ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനബിൾ ആക്കി വെക്കുക. എന്നാലാണ് നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഒരു ആയുർവേദ സോപ്പ് മേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മെഡിസിനൽ പ്ലാന്റ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അതായിരുന്നു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ കോഫി ഗ്രൗണ്ട്സ് മാത്രമല്ല ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അതിനൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. ആയുർവേദിക് പ്ലാന്റ്സ് ഇപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്താലും ഒരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നം വരില്ല. പക്ഷേ അതിൻ്റെ റിസൾട്ട് പതുക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ സ്കിന്നിനുള്ള അതിൻ്റെ ഒരു സ്കിന്നിൻ്റെ ഒരു തിളക്കം കാര്യങ്ങളൊക്കെ പയ്യേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ കോഫി ഗ്രൗണ്ട്സ് വെച്ചിട്ടുണ്ടാക്കുമ്പോൾ കാപ്പിപ്പൊടി ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, കൂടുതൽ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ യൂട്യൂബിലും ഒക്കെ കാണാൻ തുടങ്ങിയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫേസ് പാക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫേസ് ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കാപ്പിപ്പൊടി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് ആ ഒരു സ്കിന്നിൻ്റെ ഗ്ലോയും ഒരു സ്കിൻ ക്ലിയർ ആവാനും ഒക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു റിസൾട്ടാണ് കിട്ടുക. പക്ഷേ അത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ സ്കിൻ കുറച്ചും കൂടെ കൂടുതൽ എക്സ്പ്ലോയിറ്റേറ്റ് ആകുമ്പോഴേക്കും അത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്രയും സജസ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കാപ്പിപ്പൊടിയുടെ കൂടെ തന്നെ നമ്മൾ എപ്പോഴും ഫേസ് പാക്കിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചേർത്തിട്ടാണ് യൂസ് ചെയ്യുക, വെറുതെ അല്ല, എന്തെങ്കിലും മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും സോപ്പ് ബേസ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. മാക്സിമം ചെറുതായിട്ട് എടുക്കുക, അത്രയും നല്ലതാണ്. നമ്മളിവിടെ റിയൽ കോഫി ഗ്രൗണ്ട്സ് പൊടിച്ചിട്ട് അതിൻ്റെ കോഫി പൗഡറും അതിനൊപ്പം തന്നെ ചെറുതായിട്ട് കസ്തൂരി മഞ്ഞൾ പൊടിയും പയറുപൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തോരം കോഫി പൗഡറാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഇത് രണ്ടും ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് ടോട്ടൽ എത്രമാത്രം പൊടി യൂസ് ചെയ്തിട്ടുണ്ടോ, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എത്രമാത്രം അതിനകത്ത് ഒരു പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ പകുതി കണ്ടൻറ്റ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ആയുർവേദിക് സോപ്പിൻ്റെ വീഡിയോയിൽ ഇതുപോലെ ആ വീഡിയോ കണ്ടിട്ട് ചെയ്തു നോക്കി എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് എന്നോട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ആയുർവേദിക് സോപ്പ് ഓക്കെ ആയിരുന്നു, പക്ഷേ അതിന് സ്മെല്ല് നാച്ചുറൽ സ്മെല്ല് അത്രയങ്ങ് വന്നില്ല, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന സോപ്പിൻ്റെ അത്രയും ഒരു സ്മെല്ലുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു. നാച്ചുറൽ ഹെർബ്സിൻ്റെ ആ ഒരു സ്മെല്ല് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ എക്സ്ട്രാ വേറെ എന്തെങ്കിലും സ്മെല്ലൊക്കെ ആഡ് ചെയ്താലേ അതിനൊരു നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സോപ്പിൻ്റെ ആ ഒരു അത്രയും സ്മെല്ല് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അതുപോലെ നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അത്രയും സ്മെല്ലുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇപ്പം കുറച്ചും കൂടെ നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും സ്മെൽ അഡിക്റ്റീവ്സ് ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഈ ഒരു മിക്സിൽ നമ്മൾ നാച്ചുറലായിട്ട് തന്നെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു കോഫി ഗ്രൗണ്ട്സിൻ്റെ ഒരു സ്മെല്ലും അത് ശരിക്കും എനിക്കത് കിട്ടിയത് നമ്മളിപ്പോൾ വാട്ടറിൽ ഡബിൾ ബോയിൽ ചെയ്ത് കലങ്ങി നമ്മൾ ആ ഒരു കറക്റ്റ് കളറൊക്കെ എത്തുമ്പോഴേക്കും ആ സ്മെല്ല് വരും കേട്ടോ. പിന്നെ അതുപോലെ പയറുപൊടിയുടെയും ആ നാച്ചുറലായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഒരു സ്മെല്ല് ചെറുതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് വേറെ അഡിക്റ്റീവ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഹോം മെയ്ഡായിട്ടുള്ള എസൻഷ്യൽ ഓയിൽ ഉണ്ടാക്കിയത് ആഡ് ചെയ്യുവാണ് അതിനകത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എസൻഷ്യൽ ഓയിലിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേലിസ്റ്റ് പോയി നോക്കാം. അപ്പോൾ അവിടെ എസൻഷ്യൽ ഓയിലിൻ്റെ DIY ആ പ്ലേലിസ്റ്റ് ഉണ്ട്, എസൻഷ്യൽ ഓയിലിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കാം. അത് ഒത്തിരി നാളായി, ഏകദേശം ഒരു കഴിഞ്ഞ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കി വെച്ചാണ്. ആ സമയത്ത് ഒരു വീഡിയോ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിപ്പോഴും അങ്ങനെ തന്നെ ഞാനിപ്പോൾ അത് ഒരുപാട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അതൊരു ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെറിയൊരു ഗ്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കാനായിട്ടാണ് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തത് കേട്ടോ, അതിനകത്തേക്ക് ഇട്ടത്. ശരിക്കും ഒരു ബോട്ടിലാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഒത്തിരി നാൾ നമുക്ക് അങ്ങനെ തന്നെ അടച്ച് കേടാവാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. അടച്ച് വെച്ചിട്ട് നമ്മൾ അത്യാവശ്യം എന്തിനെങ്കിലും യൂസ് ചെയ്യാൻ, ഇതുപോലെ ക്യാൻഡിൽസ് ഉണ്ടാക്കാനോ സോപ്പ് ഉണ്ടാക്കാനോ ഒക്കെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അത്. അപ്പോൾ അതും കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പ്രത്യേകിച്ച് സോപ്പിലൊക്കെ ഇടുന്നതുകൊണ്ട് നമ്മൾ അതും കൂടെ നോക്കണമല്ലോ, വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാണ്ട് നോക്കാം.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എസൻഷ്യൽ ഓയിലും ഇതുപോലെ തന്നെ ഹോം മെയ്ഡ് ആയിട്ടുള്ളത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ളത് കിട്ടുന്നുണ്ടെങ്കിൽ സ്മെൽ അഡിക്റ്റീവ്സ് ആയിട്ട് അങ്ങനത്തെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ അത് കൂടാണ്ട് ഇതിനകത്തേക്ക് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ഓയിൽ അതിനകത്തൊരു സ്കിൻ മോയ്സ്ചറൈസറായിട്ട് ഓയിലും കൂടെ ആവശ്യമാണ്. ഞാനിപ്പോൾ സ്കിന്നിന് കംപ്ലീറ്റ്ലി ഏറ്റവും നല്ല ഒരു ഓയിൽ എന്താണെന്ന് വെച്ചാൽ ഒലിവ് ഓയിൽ തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഒലിവ് ഓയിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ 1-2 സ്പൂൺ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അളവ് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ആഡ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കണ്ടൻസും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിരിക്കുന്ന സോപ്പ് ബേസ് ഉണ്ടല്ലോ, ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്, ഏറ്റവും ചെറുതാക്കി കട്ട് ചെയ്യുക അത്രയും നല്ലതാണ്. അപ്പോൾ ആ ചെറിയ സോപ്പ് ബേസിൻ്റെ ആ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമുക്കൊരു ലിക്വിഡ് ഫോമിലേക്ക് എടുക്കാം. നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് അത് ശരിക്കും മനസ്സിലാവും. അപ്പോൾ അത് ശരിക്കും ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നന്നായിട്ട് കുറച്ച് നമ്മളൊരു സ്റ്റീലിൻ്റെ ബൗളെടുത്തിട്ട് അത് നന്നായിട്ട് ഇറങ്ങിയിരിക്കുന്ന രീതിയിൽ, അതിൻ്റെ അകത്തേക്ക് വെള്ളം വീഴാത്ത രീതിയിലും അതിന് പാകത്തിനുള്ള വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ആ ബോയിൽ ചെയ്തെടുക്കുന്ന വെള്ളത്തിന് നടുക്ക് നമ്മൾ ഈ സോപ്പ് ബേസ് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന സോപ്പ് ബേസ് ഇട്ട് കൊടുക്കുക. ഇനി അത് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഈ എന്താ പറയുക മെഴുതിരിയൊക്കെ ഉരുകി വരില്ലേ, അതുപോലെ നന്നായിട്ടത് മെൽറ്റ് ചെയ്ത് വരും. അപ്പോൾ ആ മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ കട്ടകളൊക്കെ ശരിക്കും അങ്ങ് ലൂസായിട്ട് ശരിക്കും മെൽറ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒരു 10 മിനിറ്റ് മതി. അതിപ്പോൾ എന്തോരം സോപ്പ് ബേസ് ഉണ്ടെങ്കിലും 10 മിനിറ്റിനുള്ളിൽ നമ്മളിത് ഫുൾ മെൽറ്റായിട്ട് കിട്ടും. നന്നായിട്ട് ആ സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ബോയിൽ ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് തീ നന്നായിട്ട് ഇതാക്കി വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്നതനുസരിച്ചിട്ട് ഇത് നന്നായിട്ട് ബോയിൽ ചെയ്ത് വരും. ഇടയ്ക്കൊരു വള്ളി കയറിപ്പോയി. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ശരിക്കും കംപ്ലീറ്റ്ലി ഇത് മെൽറ്റായതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു മെൽറ്റായിട്ട് ആ സോപ്പ് ബേസ് ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിത് എടുത്ത് വെച്ചിരിക്കുന്ന ഫുള്ള് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണമെന്ന് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണം സോപ്പ് ബേസ് എന്തോരം ഉണ്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നമ്മൾ എന്തോരം സോപ്പ് ബേസ് ഉണ്ട് അതിന് ഒരു പകുതിയായിട്ട് ഈ കണ്ടൻറ്റും കൂടെ എടുക്കാം. നമ്മളിപ്പോൾ കുറച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കളർ കിട്ടുമെങ്കിൽ അത്രയും മതി. കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എന്തോരം അതിന് കട്ടി വേണം അനുസരിച്ചിട്ട് ഇരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചെടുത്ത് അതിനകത്തേക്ക് ആഡ് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വേറൊരു കളറായിരുന്നു. ശരിക്കൊരു എന്താ പറയുക, ആദ്യം നമ്മളെടുത്ത് മിക്സ് ചെയ്തതിന് വേറൊരു കളറായിരുന്നു കേട്ടോ. അത് നമ്മൾ ഈ സോപ്പ് ബേസിലേക്ക് ഇട്ടപ്പോഴേക്കും കറക്റ്റ് നമ്മുടെ ഒരു എന്താ പറയുക കോഫി ഉണ്ടാക്കുന്ന ആ ഒരു കളറിലേക്ക്, നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കളറിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ബൗളിലേക്ക് അതിട്ട് നോക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണത് എന്തുമാത്രം ലിക്വിഡായിട്ട് ആ ഒരു രീതിയിലുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ജസ്റ്റ് ഒഴിച്ച് കാണിക്കണേ. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തേക്കല്ല നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. കാരണം ഇതിനകത്ത് വെച്ചാൽ നമുക്ക് അത്രയും പെട്ടെന്ന് മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക എന്തോരം ലിക്വിഡ് അതിനകത്തുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് അങ്ങനെ ഒന്ന് ഒഴിച്ചെടുത്ത്. അപ്പോൾ ഇനി നമുക്കിത് ശരിക്കും ഇതുപോലെ ഇളക്കി നന്നായിട്ട് അതിൻ്റെ ആ പതയൊക്കെ വരുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ചെറിയ പാത്രത്തിലാക്കിയിട്ട് ആ സോപ്പിൻ്റെ മൗൾഡ്, ഇപ്പോൾ ഞാൻ സോപ്പിൻ്റെ മൗൾഡൊന്നും വാങ്ങിച്ചിട്ടില്ല, ഓൾറെഡി നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഇതിനകത്തും ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സോപ്പ് ബേസ് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ ഏത് മോൾഡിലേക്കാണ് വെക്കണത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രത്തിലേക്കൊക്കെയാണ് വെക്കണമെങ്കിൽ ഇത് സെറ്റാകാൻ വെക്കണേ അത് പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. കാരണം ഇത് ഉരുകി കഴിഞ്ഞിട്ട് ഇതൊരു അത്യാവശ്യം മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം ഇത് ആറിക്കഴിഞ്ഞാൽ ആ ഒരു ചൂട് പോയി കഴിഞ്ഞാൽ അത് ഒന്ന് ആറി ഇതായി കഴിയുമ്പോഴേക്കും പിന്നെ അത് അവിടെ തന്നെ അങ്ങ് സെറ്റായി പോകും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ആ പാത്രത്തിൽ വെച്ചിരിക്കുന്നത്, അപ്പോൾ നമ്മൾ ഓൾറെഡി അലുമിനിയം പാത്രത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ അതിനകത്ത് ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിൽ തന്നെ അങ്ങനെ കട്ടയായി പോയിരിക്കും. അതുകൊണ്ട് ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മോൾഡിലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പേപ്പർ കപ്പാണ് യൂസ് ചെയ്യണമെങ്കിൽ അതിനകത്തോ ഒഴിച്ച് വയ്ക്കുക. പെട്ടെന്ന് തന്നെ ആ ഒരു ചൂടാറുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ അത് സെറ്റാവും. ചൂടാറിക്കഴിഞ്ഞാൽ അത് ഓൾറെഡി സെറ്റായിട്ടുണ്ടാവും. പിന്നെ ആദ്യത്തെ ആ സോപ്പ് ചെയ്തപ്പോഴേക്കും എനിക്കത് 1 ഡേ ഒക്കെ എടുത്തു കേട്ടോ സെറ്റാവാനായിട്ട്. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ആയി. അപ്പോൾ അതെനിക്ക് തോന്നുന്നു നമ്മൾ എന്തോരം സോപ്പ് ബേസ് എടുക്കുന്നു അതിൻ്റെ ഒരു ക്വാളിറ്റിയും സോപ്പ് ബേസിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ സോപ്പ് ബേസ് അതിനകത്ത് എടുക്കുന്ന ആ ക്വാണ്ടിറ്റിയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അതിൻ്റെ പെട്ടെന്ന് സെറ്റാവണത്. ഇത് പക്ഷേ പെട്ടെന്ന് തന്നെ സെറ്റായിരുന്നു. ഒരു 2-3 hours കഴിഞ്ഞപ്പോൾ തന്നെ സെറ്റായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഓരോ ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ ആദ്യത്തെ ബൗളിലും അല്ലെങ്കിലൊക്കെ അങ്ങനത്തെ വേറെ ഏതെങ്കിലും ബൗളിലൊക്കെ ചെയ്തെടുക്കാം. പക്ഷെ എന്നാലും കുറച്ചും കൂടെ പേപ്പർ കപ്പ് ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കത്
റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പറ്റിയിട്ടുള്ള മോൾഡിങ് കിട്ടും. അത് നമുക്ക് ഇപ്പോൾ ഓൺലൈൻ സ്റ്റോറിലൊക്കെ കിട്ടും, ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇനി നന്നായിട്ട് സെറ്റായതിന് ശേഷം മാത്രം നമ്മൾ ഇത് റിമൂവ് ചെയ്തെടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ശരിക്കും അത് ഫുള്ളായിട്ട് സെറ്റായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എടുത്തതിന് ഒരു ഫലം ഉണ്ടാവില്ല, ഫുള്ളത് ചീത്തയായിട്ട് പോകും. അപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി അത് സെറ്റായിട്ടുണ്ടെന്ന് നോക്കിയിട്ട് മാത്രം അത് ഫുള്ള് റിമൂവ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊന്ന് ട്രൈ നോക്കുക. ഇപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ നാച്ചുറലായിട്ടുള്ള കോഫി ഗ്രൗണ്ട്സ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ യൂസ് ചെയ്യാം. പക്ഷേ അത് മാത്രമായിട്ട് ഒരിക്കലും യൂസ് ചെയ്യരുത്. അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂടെ ഇപ്പോൾ 2-3 കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ രീതിയിൽ തന്നെ ചെയ്യാം. ഈ ഒരു സോപ്പിന് ശരിക്കും ഡാർക്ക് സർക്കിൾ മുതൽ പിമ്പിൾസ് വരെ ഇല്ലാണ്ടാക്കാനായിട്ട് കഴിയുന്നൊരു അത്ര എഫക്റ്റീവായിട്ടുള്ളൊരു ടോണറായിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ആയുർവേദ സോപ്പിൻ്റെ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് അത്യാവശ്യം ഒത്തിരി പേര് നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനത് കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ടാവും.